ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ എന്താണ്, ഒരു പന്ത് കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞുറുമ്പിരിപ്പുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ഈ കുഞ്ഞുറുമ്പിന് ഈ ബോളിൻ്റെ രൂപം എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ്. ഓക്കെ, നമുക്കറിയാം ഇതെന്താണ്, ഒരു വൃത്താകൃതിയിലാണ് കാണുന്നത്. പക്ഷേ അതിലിരിക്കുന്ന ആ ഉറുമ്പ് ഏത് രീതിയിലാണ് ഈ പന്തിനെ കാണുന്നതെന്നാണ്. ചിലപ്പോൾ എന്താണ്, നിരപ്പായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒന്ന് താഴോട്ട് വളഞ്ഞിരിക്കുന്നതായിട്ടായിരിക്കാം. എങ്ങനെയായിരിക്കും അത് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പന്ത് വലുതാകും തോറും കുഞ്ഞനുറുമ്പിന് അത് കൂടുതൽ പരന്നതായി തോന്നുന്നു. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ എന്താണ്, ചെറിയ പന്തായിരുന്നെങ്കിൽ കുഞ്ഞിനുറുമ്പിന് അത് പരന്നതായിട്ട് തോന്നത്തില്ല. എന്നാൽ ആ പന്ത് വലുതാകും തോറും അതിന് എങ്ങനെയാണ്, അതിരിക്കുന്ന ഭാഗം പരന്നതായിട്ടാണ് അതിന് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭൂമി ഒരു വലിയ ഗോളമാണെന്നല്ലേ. ഭൂമി ഒരു വലിയ ഗോളമാണ്. ഭൂമിയുടെ ഗോളാകൃതി നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഭൂമി എങ്ങനെയാണ്, ഗോളാകൃതിയിലാണെന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമി എങ്ങനെയാണ്, വലുതാണ് അല്ലേ, വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു കുഞ്ഞൻ ഉറുമ്പിനെ പോലെയാണ് നമ്മളും അല്ലേ. നമ്മളും വളരെ ചെറുതാണ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഭൂമിയുടെ ഗോളാകൃതി നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഭൂമി ഗോളാകൃതിയാണെന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാണാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ പോയി നോക്കണം അല്ലേ. നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ പോയി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭൂമി ഗോളാകൃതിയാണെന്ന് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ പോയ വ്യക്തി ആരാണ്, യൂറി ഗഗാറിനാണ്. ആരാണ്, യൂറി ഗഗാറിനാണ്. ഓക്കെ, ബഹിരാകാശ യാത്ര നടത്തിയാണ് ഗഗാറിൻ ഈ കാഴ്ച ആദ്യമായി കണ്ടത്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് യൂറി ഗഗാറിൻ കണ്ടു. എങ്ങനെയാണ്, ബഹിരാകാശ യാത്ര നടത്തിയാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. ഓക്കെ, ബഹിരാകാശം, സ്പേസ്. നമ്മൾ ഭൂമിയുടെ പുറത്താണ് വസിക്കുന്നത് അല്ലേ. നമ്മൾ ഭൂമിയുടെ അകത്താണോ? അല്ല, പുറത്താണ്, സർഫസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ആകാശം കാണുന്നുണ്ട് അല്ലേ. ആകാശത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചന്ദ്രനെ കാണാം, പക്ഷികളെ കാണാം, മഴവില്ല് കാണാം, പിന്നെ നക്ഷത്രങ്ങൾ കാണാം, മറ്റുള്ള ചില ഗ്രഹങ്ങൾ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഗ്രഹങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പക്ഷികൾ, മേഘം, മഴവില്ല്, വിമാനം എന്നിവയെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. എന്താണ്, പക്ഷികൾ, മേഘം, മഴവില്ല്, വിമാനം എന്നിവയെല്ലാം എന്താണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. എന്താ പറയുന്നത്, ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. മുകളിലേക്ക് ചെല്ലും തോറും എന്ത് സംഭവിക്കുന്നു, വായുമണ്ഡലം നേർത്തു വരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. എന്താ പറയുന്നത്, ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. അപ്പോൾ അവിടെ എന്താണ്, വായു ഒന്നുമില്ല. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അത്ര ഭാഗത്തൊന്നുണ്ട് വായു ഉണ്ട്. എന്നാൽ ബഹിരാകാശത്തോട്ട് ചെല്ലുന്തോറും എന്തോ ഇല്ല, വായു ഇല്ല. ഓക്കെ, ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. ഓക്കെ, നോക്കിക്കേ, ബഹിരാകാശം ഭൂമിക്ക് ചുറ്റും. നമ്മുടെ മുകളിൽ മാത്രമാണോ അന്തരീക്ഷമുള്ളത്, അല്ലെങ്കിൽ ബഹിരാകാശമുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഭൂമിയിൽ ഇന്ത്യയുടെ എതിർവശത്താണ് എന്ത്, അമേരിക്ക. അപ്പോൾ അവിടെയും എന്തോ ഉണ്ട്, അന്തരീക്ഷവും ഉണ്ട്, ബഹിരാകാശവും ഉണ്ട്. നോക്കിക്കേ, ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ
ഒന്ന് മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. എന്താ പറയുന്നേ? ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്നു മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. അപ്പോൾ ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരു എന്താണ് ഗോളമാണ് നമ്മുടെ ഭൂമി. ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഓക്കെ. ബഹിരാകാശ ഗോളങ്ങളിൽ നമുക്ക് അറിയാവുന്നവയാണ് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. അങ്ങനെ കുറച്ച് ഗ്രഹങ്ങളെക്കുറിച്ചും ആകാശഗോളങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാം. ഓക്കെ. നമ്മുടെ സൗരയൂഥത്തിലും അതിനപ്പുറവും ഒരുപാട് ആകാശഗോളങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചത്. മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്ര 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ചത്. അപ്പോൾ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിനാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ? യൂറി ഗഗാറിൻ. ഇദ്ദേഹമാണ് നമ്മുടെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായിട്ട് കണ്ടത്. ഓക്കെ. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക്. വർഷം നോക്കി വെക്കുക. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് എന്ന ബഹിരാകാശ പേടകം. ഏതാണ്? വോസ്റ്റോക്ക് 1. ഓക്കെ. മനുഷ്യനെ മാത്രമല്ല, ശാസ്ത്ര പഠനങ്ങൾക്കായി ജീവികൾ, ഒട്ടേറെ ഉപകരണങ്ങൾ എന്നിവയും നാം ബഹിരാകാശത്ത് എത്തിക്കാറുണ്ട്. നോക്കിക്കേ, കൃത്രിമ ഉപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. എന്താ നോക്കിക്കേ, വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് എന്ത്? കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇന്ന് പല രാജ്യങ്ങളുടേതായി ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു. അപ്പോൾ പല രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ നമ്മുടെ ഭൂമിയെ ചുറ്റുന്നുണ്ട്. ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉപഗ്രഹത്തിന്റെ ചിത്രവും അതിന്റെ ഉപയോഗവും. നോക്കിക്കേ, മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, കാലാവസ്ഥാ പഠനം, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ, ബഹിരാകാശ ഗവേഷണം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, വാർത്താവിനിമയം, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ഭൂവിഭവങ്ങൾ, പെട്രോളിയം, ധാതുലവണങ്ങൾ ഇവയൊക്കെ കണ്ടെത്തുന്നത് ആരുടെ സഹായത്താലാണ്? കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്താലാണ്. നോക്കിക്കേ, ബഹിരാകാശ വാരം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. എന്നോട്ടാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെ. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO ഓരോ വർഷവും ഈ വാരാചരണവുമായി ബന്ധപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിപുലമായ മത്സരങ്ങൾ നടത്താറുണ്ട്. ഇനി നോക്കിക്കേ, ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ആര്യഭട്ട, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ചിത്രം നോക്കിക്കേ, 1975 വിക്ഷേപിച്ചത്. ഇനി നോക്ക്, അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണ് കാണിച്ചേക്കുന്നത് 1958. നോക്കിക്കേ, ലൈക്ക. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലൈക്ക. ലൈക്ക എന്ന നായക്കുട്ടി. ഓക്കെ. സോവിയറ്റ് യൂണിയനാണ് ലൈക്കയെ അങ്ങോട്ട് അയച്ചത് 1957. ഓക്കെ. പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ബഹിരാകാശ വാരവുമായി ബന്ധപ്പെട്ട ISRO പൊതുജനങ്ങൾക്ക് സ്പേസ് മ്യൂസിയം കാണാൻ അനുവാദം നൽകാറുണ്ട്. ഓക്കെ. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് സ്പുട്നിക് 1 ആണ്. 83.6 കിലോഗ്രാം മാത്രം തൂക്കവും 58 സെന്റിമീറ്റർ മാത്രം വ്യാസവുമുള്ള
സ്പുട്നിക് 1 92 ദിവസം മാത്രമാണ് ഭൂമിയെ ചുറ്റിയത്. 2 റേഡിയോ ട്രാൻസ്പോണ്ടറുകൾ നൽകിയ ബീപ്പ് ശബ്ദം മാത്രമായിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച ഏക സിഗ്നൽ. എങ്കിലും ഒരു മനുഷ്യനിർമ്മിത വസ്തുവിനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ നിലനിർത്താമെന്നും അതിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുമെന്നും സ്പുട്നിക് 1 തെളിയിച്ചു. നോക്കിക്കേ, ലൈക്ക. നമ്മൾ ലൈക്കയുടെ ചിത്രമൊക്കെ കണ്ടു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം എന്താ പറയുന്നതെന്ന് നോക്കാം. ഒരു തെരുവുനായയായിരുന്നു ലൈക്ക. ലൈക്കയ്ക്ക് പുറമെ 1950-നും 1960-നും ഇടയ്ക്ക് ചില തെരുവുനായകളെ സോവിയറ്റ് യൂണിയൻ പരിശീലനം നൽകി ബഹിരാകാശത്തേക്ക് അയച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശേഷി കൂടുമെന്നതുകൊണ്ടാണ് തെരുവുനായകളെ യാത്രാ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചത്. ഇവയിൽ ലൈക്കയടക്കം പലതും ബഹിരാകാശത്ത് വെച്ച് മരണപ്പെട്ടു. അമേരിക്ക കുരങ്ങുകളെയാണ് മനുഷ്യന് മുന്നോടിയായി ബഹിരാകാശത്തേക്ക് അയച്ചത്. ഇവയുടെയെല്ലാം ശരീരത്തിൽ താപനില, രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ്, ശ്വസന നിരക്ക് മുതലായവ അളക്കാനുള്ള സെൻസറുകൾ ഘടിപ്പിച്ചിരുന്നു. റോക്കറ്റിന്റെ വിക്ഷേപണ സമയത്തുണ്ടാകുന്ന അത്യധികമായ ത്വരണവും ബഹിരാകാശത്തെ ഭാരമില്ലായ്മയും അതിജീവിക്കാൻ ജീവികൾക്ക് ആകുമോ എന്ന് പരീക്ഷിക്കാനായിരുന്നു ഈ മൃഗയാത്രകൾ. 1960-ൽ സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് 3 പേടകത്തിൽ യാത്ര ചെയ്ത ബെൽക്ക, സ്ട്രെൽക്ക എന്നീ നായകളാണ് ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ. യൂറി ഗഗാറിൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പോയിന്റ് നോക്കാം. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് ചെലവഴിച്ചത് 108 മിനിറ്റുകൾ മാത്രമായിരുന്നു. 108 മിനിറ്റുകൾ. ഇതിനിടയിൽ ഒരു തവണ ഭൂമിയെ വലം വെച്ചു. ഭാരമില്ലാത്ത അവസ്ഥയിൽ ആദ്യമായി ഭക്ഷണവും പാനീയവും കഴിച്ചു. തിരിച്ചുള്ള യാത്രയിൽ യാത്രാവാഹനമായ വോസ്ട്രോക്ക് 1 ഭൂമിയുടെ ഏകദേശം 7 കിലോമീറ്റർ മുകളിലെത്തിയപ്പോൾ ഗഗാറിൻ ഒരു പാരാച്യൂട്ട് ഉപയോഗിച്ചാണ് താഴെ ഇറങ്ങിയത്. പ്രതീക്ഷിച്ച സ്ഥാനത്ത് നിന്നും അല്പം മാറി ഒരു കൃഷിയിടത്തിൽ ഇറങ്ങിയ യൂറി ഗഗാറിനെ സ്വീകരിക്കാനുണ്ടായിരുന്നത് ഏതാനും കർഷകരും പശുക്കളും മാത്രമായിരുന്നു. ഓക്കെ. ആര്യഭട്ട. 1975 ഏപ്രിൽ 19-ന് സോവിയറ്റ് വിക്ഷേപണ വാഹനമായ ഇന്റർകോസ്മോസ് ഉപയോഗിച്ച് റഷ്യയിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ശാസ്ത്ര പരീക്ഷണമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭടനോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയത്. നോക്കിക്കേ, വിക്ഷേപണ വാഹനങ്ങൾ, ലോഞ്ചിങ് വെഹിക്കിൾസ്. ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്തെത്തിക്കണമെങ്കിൽ എന്ത് വേണം? വിക്ഷേപണ വാഹനങ്ങൾ വേണം. അങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മൾ ദീപാവലിക്കും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനുമെല്ലാം ഉപയോഗിക്കുന്ന ചെറിയ റോക്കറ്റ് ഉണ്ടല്ലോ, അവയൊക്കെ എന്താണ്? വിക്ഷേപണ വാഹനങ്ങളുടെ ആദ്യ രൂപങ്ങളാണ്. ഓക്കെ. നമുക്കറിയാം, മുകളിലേക്ക് എറിയുന്ന കല്ല് എന്തായാലും എന്ത് ചെയ്യും? തിരിച്ച് താഴേക്ക് വരും അല്ലേ? എന്തുകൊണ്ടാണ്? ഭൂമി കല്ലിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് എറിയുന്ന കല്ല് തിരിച്ച് താഴേക്ക് വരുന്നത്. ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. എന്താ പറയുന്നത്? ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. ഓക്കെ. ഇവിടെ ഒരു റോക്കറ്റിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. സാറ്റേൺ 5 മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് സാറ്റേൺ 5. ഓക്കെ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തന്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. സുനിത വില്യംസിന് 2 ലോക റെക്കോർഡുകളുണ്ട്. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നിവയാണ് ആ റെക്കോർഡുകൾ.
ഇന്ത്യൻ വംശജരായ ബഹിരാകാശ സഞ്ചാരികൾ. രാകേഷ് ശർമ്മ പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി. 1949 ജനുവരി 13 പഞ്ചാബിലെ പാട്യാലയിൽ ജനിച്ചു. ഇന്ത്യൻ വായുസേനയിൽ സ്ക്വാഡ്രൺ ലീഡറായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 പേടകത്തിൽ 1984 ബഹിരാകാശത്തെത്തിയ ഇദ്ദേഹം സല്യൂട്ട് 7 സ്പേസ് സ്റ്റേഷനിൽ വെച്ച് വൈദ്യശാസ്ത്രം, ലോഹ അയിര്, ഇന്ത്യൻ സമുദ്രം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണ പഠനങ്ങൾ നടത്തി. ബഹിരാകാശത്ത് 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റും ചെലവഴിച്ചു. അടുത്തത് കൽപ്പന ചൗള. ഇന്ത്യൻ വംശജയായ ആദ്യത്തെ ബഹിരാകാശ യാത്രികയാണ് കൽപ്പന ചൗള. 1961 ജൂലൈ 1 ഹരിയാനയിൽ കർണാലിൽ ജനിച്ചു. 1997, 2003 എന്നീ വർഷങ്ങളിൽ നാസയ്ക്ക് വേണ്ടി ബഹിരാകാശ യാത്ര നടത്തി. ബഹിരാകാശത്ത് വെച്ച് ഒട്ടേറെ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഇവർ ഏർപ്പെട്ടു. രണ്ടാമത്തെ യാത്രയ്ക്ക് ശേഷം മടങ്ങുന്നതിനിടയിൽ യാത്രാവാഹനമായ കൊളംബിയ സ്പേസ് ഷട്ടിലിന് 2003 ഫെബ്രുവരി 1 അപകടം സംഭവിച്ചു. കൽപ്പനയടക്കം ഷട്ടിലിലുണ്ടായിരുന്ന 7 പേരും കൊല്ലപ്പെട്ടു. മരണാനന്തരം ഒട്ടേറെ ബഹുമതികൾ ഇവരെ തേടിയെത്തി. എല്ലാ വർഷവും യോഗ്യരായ 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നാസ സന്ദർശിക്കുന്നതിനുള്ള സൗകര്യം ഇവർ ഏർപ്പാട് ചെയ്തിരുന്നു. സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയ മറ്റൊരു ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 1965 സെപ്റ്റംബർ 19 ഇന്ത്യക്കാരായ പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി അമേരിക്കയിലെ ഒഹോയോവിൽ ജനിച്ചു. STS-116, STS-117 എന്നീ പദ്ധതികളിലായി 2 തവണ, അതായത് 2006, 2007 ബഹിരാകാശത്തെത്തിയ സുനിതയ്ക്ക് 2 റെക്കോർഡുകൾ സ്വന്തമായുണ്ട്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത 195 ദിവസം. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത 4 തവണകളിലായി 29 മണിക്കൂറും 17 മിനിറ്റും എന്നിവയാണ് ഈ റെക്കോർഡുകൾ. നോക്കിക്കേ, ബഹിരാകാശം അത്ഭുതങ്ങളുടെ ലോകം. സുനിത വില്യംസ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നേ എന്താ നോക്കിക്കേ. ചിത്രം കാണിച്ചേക്കുന്നത് എന്താ? സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ. ബഹിരാകാശ നിലയത്തിന്റെ ജാലകം വഴിയുള്ള ഭൂമിയുടെ കാഴ്ച അതിമനോഹരമാണ്. ഭൂമിയെ രാത്രിയും പകലും ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല. ഇവിടെ ഭാരത്തിന്റെ കാര്യത്തിൽ ഒരു ഉറുമ്പും ഞാനും ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് എന്താ പറയുന്നത്? ബഹിരാകാശത്ത് ചെന്നാൽ ഭാരം അനുഭവപ്പെടത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഭാരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിവിടെ നടക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ നടത്തം ഒരുതരം ഒഴുകി നടക്കലാണെന്ന് പറയാം. ഞങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ട വായു പോലും ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ബഹിരാകാശത്ത് പോയാൽ അവിടെ നമുക്ക് ഭാരമില്ല. ഭാരമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ് നല്ല രീതിയിൽ നടക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെ ഭൂമി സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ടാണ്, ഗുരുത്വാകർഷണം മൂലമാണ് നമുക്ക് ഭാരം അനുഭവപ്പെടുന്നതും നമ്മൾക്ക് നല്ലതായിട്ട് നടക്കാനും സാധിക്കുന്നത് അല്ലേ. എന്നാൽ ബഹിരാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭാരവുമില്ല. നമ്മളിങ്ങനെ പറന്നു നടക്കുന്ന ഒരു അനുഭവമാണ് അല്ലേ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അവിടെ ശ്വസിക്കാൻ എന്തോ ഇല്ല, വായുവില്ല. അപ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് വായു അവിടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. എന്താ പറയുന്നേ? ഇവിടെ വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇവിടെ വെള്ളമൊഴിച്ച് കുളിക്കാനാകുന്നില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടയ്ക്കുകയാണ് പതിവ്. എന്താ പറയുന്നേ? ഇവിടെ വെള്ളം ഒഴിച്ച് കുളിക്കാനാകുന്നില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ച് തുടയ്ക്കുകയാണ് പതിവ്. മൊത്തത്തിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയില്ല. ഒഴുകി നടക്കാതിരിക്കാൻ ഉറപ്പിച്ച കട്ടലിനോട് ശരീരം ബെൽറ്റ് ഇട്ട് കെട്ടണം. നമ്മളിവിടെ ഭൂമിയിൽ സുഖമായിട്ട് കട്ടലിൽ കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ. എന്നാൽ ബഹിരാകാശത്ത് പോയിട്ട് അവർക്കവിടെ ഉറങ്ങാൻ കഴിയുമോ? ഇല്ല. അവിടെ പറന്ന് നടക്കുന്നത് കൊണ്ട് അവർക്ക് നന്നായിട്ട് കിടക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് അവരുടെ പറയുന്നത്. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായി കാണുന്നു. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. എന്താ പറയുന്നേ? വായു ഇല്ലാത്തതിനാൽ അവിടെ എങ്ങനെയാണ് ആകാശം കാണുന്നത്? കറുത്ത് ഇരുണ്ടതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പകൽ പോലും അവിടെ നക്ഷത്രങ്ങളെ കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ ചന്ദ്രനിൽ. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിലിറങ്ങി. എന്നാണ് 1969 ജൂലൈ 21. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസയാണ്.
അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയാണ്. നാസയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇത് അപ്പോളോ 11 എന്നാണ്. റോമൻ ലെറ്റർ 2 പോലെ തോന്നുന്നത്, പക്ഷേങ്കിൽ അപ്പോളോ 11 ആണ്. ഓക്കെ. മൈക്കൽ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 21. ഇത് നോട്ട് ചെയ്ത് പഠിക്കണം. ആദ്യ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം വീണ്ടും 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ കാണിച്ചേക്കുന്ന ചിത്രം എന്താണ്? മനുഷ്യൻ ചന്ദ്രനിൽ നിൽക്കുന്ന ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ? മനുഷ്യന്റെ ചന്ദ്രയാത്രകൾ വാഹനം കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിയ തീയതിയുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനിൽ ഇറങ്ങിയ സഞ്ചാരികളും കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. അപ്പോളോ 11 1969 ജൂലൈ 21 ചന്ദ്രനിൽ ഇറങ്ങിയത്. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും. അപ്പോളോ 12 1969 നവംബർ 19 ചാൾസ് പീറ്റ് കോൺറാഡും അലൻ ബീനും. 1970 ഏപ്രിൽ 11 അപ്പോളോ 13 വിക്ഷേപിച്ചു. എന്നാൽ എന്ത് പറ്റി? അത് പരാജയപ്പെട്ടു പോയി. ചന്ദ്രന്റെ അടുത്തെത്തിയപ്പോൾ ഓക്സിജൻ ടാങ്കിന്റെ പുറംപാളി പൊട്ടിത്തെറിച്ചതിനാലാണ് യാത്ര തുടരാൻ കഴിയാഞ്ഞത്. എങ്കിലും സഞ്ചാരികളായിരുന്ന ജെയിംസ് ലോവൽ, ഫ്രെഡ് ഹെയ്സ്, ജാക്ക് സ്വഗട്ട് എന്നിവർ ഏപ്രിൽ 17 സുരക്ഷിതമായ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. ഇനി നോക്കിക്കേ. അപ്പോളോ 14 1971 ഫെബ്രുവരി 5 അലൻ ഷെപ്പേർഡ്, എഡ്ഗാർ മിച്ചൽ. അപ്പോളോ 15 1971 ജൂലൈ 31 ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ. അപ്പോളോ 16 1972 ഏപ്രിൽ 21 ചന്ദ്രനിലിറങ്ങി. ആരൊക്കെയായിരുന്നു സഞ്ചാരികൾ? ജോൺ യങ്, ചാർലി ഡ്യൂക്ക്. അപ്പോളോ 17 1972 ഡിസംബർ 12 ചന്ദ്രനിലിറങ്ങി. ആരൊക്കെയാണ്? യൂജിൻ സെർനാൻ, ഹാരിസൺ ജാക്ക് സ്മിത്ത്. ഓക്കെ. ബഹിരാകാശത്ത് ഇന്ത്യ. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ് ആണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ISROയുടെ ലോഗോയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ നോക്കിക്കേ. ഇന്ത്യയുടെ ISRO ആണ്, USA നാസയാണ്, യൂറോപ്പിൻ്റേത് ISA, ജപ്പാൻ JAXA, റഷ്യ RSA, ചൈന CNSA. ഓക്കെ. നോക്കിക്കേ, ISROയെ കുറിച്ച് പറയാൻ നോക്കാം. ഭാരത സർക്കാരിന് കീഴിൽ ബഹിരാകാശ ഗവേഷണ പര്യവേഷണങ്ങൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ആഗസ്റ്റ് 15 രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു ISROയുടെ സ്ഥാപക ചെയർമാൻ. തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരുവിലാണ്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ബംഗളൂരുവിലെ ISRO സാറ്റലൈറ്റ് സെന്റർ, അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നിവ ISROയുടെ കീഴിലെ പ്രധാന സ്ഥാപനങ്ങളാണ്. ഉപഗ്രഹ വിക്ഷേപണ രംഗത്തേക്ക്. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിക്ഷേപിച്ചതോടെ ലോകത്ത് സ്വന്തമായി ഉപഗ്രഹമുള്ള 11ാമത്തെ രാഷ്ട്രമായി ഇന്ത്യ.
ആര്യഭട്ടയ്ക്ക് ശേഷം ഭാസ്കര 1ഉം 2ഉം നാം വിക്ഷേപിച്ചു. 1980 ജൂലൈ 18-ന് ISRO ഇരട്ട നേട്ടം കൊയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രോഹിണി 1 ഇന്ത്യൻ മണ്ണിൽ നിന്ന് ശ്രീഹരിക്കോട്ട സ്വന്തം വിക്ഷേപണ വാഹനമായ SLV-3 റോക്കറ്റ് ഉപയോഗിച്ച് കൃത്യമായ ഭ്രമണപഥത്തിലെത്തിച്ചതായിരുന്നു ആ നേട്ടങ്ങൾ. 40 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള കരുത്തേ SLVക്ക് ഉണ്ടായിരുന്നുള്ളൂ. എത്രയാണ്? 40 കിലോഗ്രാം. ഈ പരിമിതി ഘട്ടം ഘട്ടമായി മറികടക്കാൻ നാം പിന്നീട് വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ വാഹനങ്ങളാണ് ASLVയും PSLVയും. 2000 കിലോഗ്രാം വരെ ഭാരമുള്ള ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനായി GSLVയും 2001ഓടെ ISRO വികസിപ്പിച്ചെടുത്തു. 4000 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനും മനുഷ്യയാത്രയ്ക്ക് സാധ്യമായ പേടകത്തെ ബഹിരാകാശത്തെത്തിക്കാനും ശേഷിയുള്ള GSLV Mk3ന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. രോഹിണി, SROSS, ഇൻസാറ്റ്, IRS പരമ്പരകളിലായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. ISROയുടെ ചരിത്ര നേട്ടങ്ങൾ: ഉപഗ്രഹ നിർമ്മാണം, റോക്കറ്റ് നിർമ്മാണം, വിക്ഷേപണം എന്നിവയെല്ലാം നാം സ്വയം പര്യാപ്തത കൈവരിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ടായിരുന്നെങ്കിലും ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഇന്ന് വൻ ശക്തിയാണ്. വിദേശ രാഷ്ട്രങ്ങളുടെ ഉപഗ്രഹങ്ങളെ നാം വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കുന്നുണ്ട്. 2008 ഏപ്രിൽ 28-ന് PSLV-9 റോക്കറ്റ് ഉപയോഗിച്ച് 10 ഉപഗ്രഹങ്ങളെ വിജയകരമായി നാം ഒന്നിച്ചു വിക്ഷേപിച്ചു. ലോകത്ത് മറ്റൊരു രാജ്യത്തിന് നേടാനാവാത്ത ഈ നേട്ടത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു അനിഷേധ്യ ശക്തിയായി മാറി. 2007 ജനുവരി 22-ന് ബംഗാൾ ഉൾക്കടലിൽ സ്പേസ് റിക്കവറി ക്യാപ്സൂൾ എന്ന നമ്മുടെ ഉപഗ്രഹം സുരക്ഷിതമായി തിരിച്ചിറക്കാനായത് മനുഷ്യനെ ബഹിരാകാശത്ത് പറഞ്ഞയക്കാനുള്ള ഭാവി പരിപാടിയിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പാണ്. GPS-ന് സമാനമായി ഭൂമിയിലെ സ്ഥാനനിർണയത്തിന് സഹായിക്കുന്ന IRNSS ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന ഉപഗ്രഹ ശൃംഖലയിലെ ആദ്യ ഉപഗ്രഹവും നാം വിക്ഷേപിച്ചു കഴിഞ്ഞു. അപ്പോൾ അപ്ഡേഷനായിട്ടുള്ളത് ഇപ്പോഴത്തെ 5ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിലുണ്ടല്ലോ, അത് നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. ഓക്കെ. ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV-C11 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കപ്പെട്ടു. ചന്ദ്രന്റെ 100 കിലോമീറ്റർ ഉയരത്തിൽ ധ്രുവീയ മേഖലയിലൂടെ ചുറ്റിപ്പറന്ന ഇത് ചന്ദ്രനെക്കുറിച്ച് ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് നൽകി. ചന്ദ്രയാനിലെ 11 പരീക്ഷണ ഉപഗ്രഹങ്ങളിൽപ്പെട്ട നാസയുടെ മൂൺ മിനറോളജി മാപ്പറും ഇന്ത്യയുടെ മൂൺ ഇമ്പാക്ട് പ്രോബും ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി. മൂൺ ഇമ്പാക്ട് പ്രോബ് 2008 നവംബർ 14-ന് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ഇതിനിടയിൽ എടുത്ത ചിത്രങ്ങളുടെ വിശകലനങ്ങളിൽ നിന്നാണ് ചന്ദ്രനിലെ ജലസാന്നിധ്യം നാം തിരിച്ചറിഞ്ഞത്. മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ 2013 നവംബർ 5-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ടു. PSLV-C25 റോക്കറ്റാണ് ഇതിന് ഉപയോഗിച്ചത്. 5 പരീക്ഷണ ഉപകരണങ്ങൾ, പേലോഡുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വയുടെ അന്തരീക്ഷം, മണ്ണ് എന്നിവയുടെ ഘടന, ജീവജല സാന്നിധ്യം തുടങ്ങിയവ കണ്ടെത്തുകയാണ് ഇവയുടെ ലക്ഷ്യം. ചൊവ്വയിലേക്കുള്ള യാത്രയിൽ ഇതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളും വിജയകരമായി തരണം ചെയ്ത മംഗൾയാൻ 2014 സെപ്റ്റംബർ 24-ന് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് മംഗൾയാന്റെ ഔദ്യോഗിക നാമം. എന്താണ്? മാർസ് ഓർബിറ്റർ മിഷൻ. ഓക്കെ. മംഗൾയാൻ എന്ന് പറയുന്നത് എന്താ? ചൊവ്വ ദൗത്യമാണ് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഭാവി പദ്ധതികൾ. നമുക്കറിയാം ഇത് പഴയ ടെക്സ്റ്റാണ്. ISROയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് അല്ലേ. പുതിയ അപ്ഡേഷനൊക്കെ പുതിയ ടെക്സ്റ്റിലുണ്ട്, അതൊന്ന് നോക്കണേ. നമ്മൾ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. 2015 ബഹിരാകാശത്ത് സഞ്ചാരികളെ എത്തിക്കാൻ ISRO ലക്ഷ്യമിടുന്നു. ഇതിനായി 3 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണമാണ് മറ്റൊരു പദ്ധതി. നമുക്കറിയാം ചന്ദ്രയാൻ 2 എന്താണ്? പാളിപ്പോയി. പിന്നെന്താണ്? 3യും പോയേക്കുവാണ് അല്ലേ.
3 പോയി വിജയിച്ചു. നമ്മളതൊക്കെ പഠിച്ചു. ഒരു റോബോട്ടിനെ ചന്ദ്രനിൽ ഇറക്കി ചന്ദ്ര ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമായിരിക്കണം മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ISROയുടെ നിർമ്മാണത്തിലിരിക്കുന്ന സൂര്യപര്യവേഷണ വാഹനമാണ് ആദിത്യ. സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ പ്രത്യേകിച്ച് സൗരവാതവും സൗരാളലും പഠനവിധേയമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ആദ്യത്തെ ഇപ്പം പരീക്ഷയ്ക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമല്ലേ, അപ്പോൾ അതിനൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് കണ്ടോ. 2 പുതുതലമുറ വിക്ഷേപണ വാഹനങ്ങളും ISRO നിർമ്മിക്കുന്നുണ്ട്. GSLV Mk3യും പുനർവിക്ഷേപണ വാഹനമായ അവതാർ RLVയും ആണ് അത്. ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാവഹമായ ഒരു മുന്നേറ്റമാണിന്ന് PSLV, GSLV റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നുമുണ്ട്. നോക്കിക്കേ, ഇവിടെ ഇൻസാൻഡിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, IRSന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, എജ്യൂസാറ്റിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഉപഗ്രഹങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ കൊടുത്തേക്കുന്ന വായിച്ച് നോക്കാം. വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഇൻസാറ്റ് ആണ്. ഓക്കെ, വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്? IRS ആണ്. IRS ആണ്, കണ്ടോ, IRS ആണ്. ഭൂവിഭവങ്ങൾ, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം ഇവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എജുസാറ്റ് എന്നതിന് വേണ്ടിയിട്ടാണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എജുസാറ്റ് ഉപയോഗിക്കുന്നത്. ഇൻസാറ്റ്, IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം തന്നെ തിളക്കമാർന്ന വിജയം കണ്ടു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്കറിയാം ചന്ദ്രയാൻ 3യും നമുക്ക് അഭിമാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ. നോക്കിക്കേ, ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2 ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. അപ്പം നമുക്കറിയാം ഇത് പ്രധാനപ്പെട്ടതാണ്. ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാനാണ്. സൗരദൗത്യം ഏതാണ്? ആദിത്യയാണ്. ആദിത്യമൊക്കെ ഇപ്പം വളരെ പ്രധാനപ്പെട്ടായിട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ചന്ദ്രയാനും പഠിച്ചു വെക്കണം. ഇപ്പം അപ്ഡേഷനായിട്ട് നടന്നേക്കുന്ന കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, ഇവിടെ ചന്ദ്രയാൻ 1 ഇവിടെ കാണിച്ചിട്ടുണ്ട്, ചിത്രം കണ്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഒരുപാട് അപ്ഡേഷനും ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.